मार्टिन, मलिक तुमसे बात करना चाहता है। क्या हो गया? साहब, मुझे कुछ लोग फॉलो कर रहे हैं। आर्मी अफसर लगते हैं। उसकी गर्दन काट दो। 10 लाख का डॉलर तुम्हारे पेट पर लदे हैं। बी केयरफुल। मलिक अरेस्ट हो गया तो हमें तकलीफ हो जाएगी। बॉर्डर से एक मैसेज है साहब। मिस्टर राजीवन, प्लीज कम। രാജീവൻ, ബോർഡർ സെക്യൂരിറ്റി പോലീസിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. നമ്മുടെയൊക്കെ മൂക്കിന്റെ മുമ്പിലൂടെയാ ഒരു സ്പൈ മല കയറി ബോർഡർ കടന്നു പോകുന്നത്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് കണ്ടുപിടിച്ച് ഇൻഫോം ചെയ്തിട്ടും അവനെ ഒന്നും ചെയ്യാനാവാതെ സ്റ്റേറ്റ് പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുക. ഡൽഹിയിൽ അറിഞ്ഞാൽ ഇറ്റ്സ് എ ഷെയിം ഫോർ അസ്. മൗണ്ടൻ ബേസും വാലിയും ഇൻഡോ ടിബറ്റൻ പോലീസ് കവർ ചെയ്ത് കഴിഞ്ഞു സാർ. അവൻ ഇനി ഒരു വഴിയിലൂടെയും താഴെ ഇറങ്ങാൻ പറ്റില്ല സാർ. അതുകൊണ്ട് അവൻ മുകളിൽ തന്നെ അങ്ങ് ഇരുന്നോട്ടെന്നോ? എടോ, അവനെ എനിക്ക് വേണം. പട്ടാളക്കാരൻ തോറ്റെടുത്ത് പോലീസ്. നമുക്ക് ഒരുപാട് പരിമിതികളില്ലേ? ഒരു വഴിയുണ്ട് സാർ. മൗണ്ടനിയറിംഗിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെ കിട്ടണം. ഈ സ്നോവിൽ 18,000 അടിക്ക് മുകളിൽ അങ്ങനെ ഒരാളെ കൊണ്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. താൻ പറഞ്ഞതുപോലെ ഒരാളെ എവിടുന്ന് കിട്ടും? ഉണ്ട് സാർ. വൺ മിസ്റ്റർ ഗൗതം കൃഷ്ണ. He is the only person who can do this job well. Are you sure? 101%? Yes, sir. Sure? Yes, sir. Then proceed. Sir. जनाब, उसके बारे में भूल जाओ, यही सबसे अच्छा होगा। Mr. Chaudhary, what do you mean? जी हाँ जनाब, वही जो मैंने कहा। हम उसका पीछा नहीं कर सकते, हम उस तक पहुंच नहीं सकते और उसका हम कुछ बिगाड़ नहीं सकते। ഈ ബംഗാളി വടുകന് ഹൈദരാബാദിൽ പോയി വല്ല പൊടിമീനും വിഴുങ്ങി ഇരുന്നാ പോരെ. 24 മണിക്കൂറും വലിവോട് വലിവ്. ആളിച്ചിരി നെഗറ്റീവാണ് സാർ. പോസിറ്റീവായിട്ടുള്ള പ്ലാൻ ഉണ്ടല്ലോ, പോയി തന്റെ പണി നോക്ക്. ചെല്ല സാർ. जनाब, ये आपने क्या किया? गौतम कृष्णा ने अगर मलिक को पकड़ लिया तो प्रिंस हमें जिंदा नहीं छोड़ेगा। फिगर मत करो चौधरी, ये मलिक कोई मामूली आदमी नहीं। ये गौतम को हमारा ऑर्डर मिलने से पहले मलिक बर्राचा पास के आगे गुजर गया होगा। बिल्कुल सही है जनाब। Arrange a coffin for him. Gautam Krishna.
ചാളി, स्ट्रक्चर लाओ। താങ്ക് യു മിസ്റ്റർ ഗൗതം. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് മാനം നിങ്ങൾ കാത്തു. മൈ പ്ലഷർ. നന്ദി പറയാൻ വരട്ടെ. ഇവന്റെ തല തല്ലി പൊളിക്കാൻ തന്നോട് ആര് പറഞ്ഞു? ഇവൻ ചത്തുപോയ താൻ ഉത്തരം പറയൂ. ചോദിച്ചാൽ ഉത്തരം പറയാം സാർ. ബോർഡർ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നൊട്ടോറിയസ് പയ്യെ താരാട്ട് പാടി ഇറക്കി തരാൻ എനിക്ക് അറിയില്ല സാർ. മലയെന്ന് കേൾക്കുമ്പോ ചാടി ഇറങ്ങിക്കോളും പിക്കാസും കൂന്താലിയും ഒക്കെ ആയിട്ട്. തെറ്റ്. ചാടി ഇറങ്ങിയൊന്നുമല്ല, ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടാ. സർ പ്ലീസ്, വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കരുത്. ഓ, തനിക്ക് വലിയ ഫീലിംഗ് ആയിപ്പോയല്ലേ? ഇവന് വല്ല 100-100 കൊടുത്തേക്ക്. ഒരു വൗച്ചറോട് എഴുതി വാങ്ങിച്ചോണം. ഇല്ലെങ്കിൽ നാളെ ഇവൻ ചെയ്ത് ഫ്രീ സർവീസ് ആണെന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് നാണക്കേടാ. മനസ്സിലായോ? പ്ലീസ്, ദിസ് ഇസ് ദ ലിമിറ്റ് സർ. ഷൈൻ ചെയ്യാനോ പ്രതിഫലം മോഹിച്ചിട്ടോ അല്ല ഞാൻ ഈ മല ചവിട്ടി കയറിയത്. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. വലിയ സേവനം. ഇതൊക്കെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് വശമുള്ള സേവനം തന്നെയാണ്. ഐ എം സോറി സർ. IPS ട്രെയിനിങ്ങിനിടയിൽ മസൂറിയിൽ കയറുന്ന ചോട്ടാ മലകൾ പോലെ അല്ല ഈ ഹിമാലയം. ഇവനെ പോലെ ഇനിയും പലരും കയറും മലയുടെ ഉച്ചിയിൽ. അതിനൊക്കെ നേരെ സാറിന്റെ ഡിപ്പാർട്ട്മെന്റിന് കണ്ണടക്കാനേ കഴിയൂ. പിടിച്ച് താഴെ ഇറക്കി കൊണ്ടുവരണമെങ്കിലേ ഞങ്ങളൊക്കെ തന്നെ വേണം. മൈൻഡ് യുവർ വേർഡ്സ്. ഓ, സോറി സർ, മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. സാറിനെ പോലെ സത്യസന്ധനും സൽസ്വഭാവിയുമായ ഒരു DGP കിട്ടിയത് ഹിമാചൽ പ്രദേശത്തിന്റെയും പ്രാന്തപ്രദേശത്തിന്റെയും ഭാഗ്യമാണ് സർ. താങ്ക് യു. ഗെറ്റ് ലോസ്റ്റ് ഗൗതം സാബ്. So cadets, mountaineering is an art as well as science. One has to be adventurous, courageous and highly determined. Say like me. एक बात आप सबको मालूम है, मेरी सहायता से, सिर्फ मेरी सहायता से गौतम ये पहाड़ चढ़ के मलिक को पकड़ा था. അല്ല സാർ, അത് ഒന്നും പറയണ്ട ഫൽഗുനം പിള്ളേ. എന്റെ ഒരൊറ്റ ആളുടെ സഹായം കൊണ്ടാ ഗൗതം ഈ പർവ്വതം ചാടിക്കേറി മല്ലിക്കിനെ കീഴടക്കിയത്. സൽമാൻ, അതെ, മലയുടെ മുകളിൽ വെച്ചുള്ള തന്റെ ഈ ട്രച്ച് കിടി വേണ്ട. ട്രച്ച് കിട്ടിയോ? ഈ സാറ്റലൈറ്റ് സംപ്രേഷണം വേണ്ടെന്ന് താൻ ഇവിടുത്തെ ഇൻസ്ട്രക്ടർ ആണെന്നുള്ള മറക്കണ്ട. എന്നാലേ താൻ ഈ കാഡറ്റ്സിനോടൊക്കെ പുള്ളു അടിച്ചത് ഞാൻ ചെന്ന് ഗൗതം സാബിനോട് പറയാം. അയ്യോ, ചതിക്കല്ലേ. നമുക്കൊരു കോംപ്രമൈസ് എത്താം. തന്റെ കാര്യം ഞാനും എന്റെ കാര്യം താനും ഗൗതമിനോട് പറയില്ല. ഓക്കെ? Okay. താൻ എന്ത് വേണോ ചെയ്തോ. സോ ചാർലി ഡയറക്ടർ വിളിക്കുന്നു. ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. വല്ല ട്രച്ച് കിടി ഉണ്ടോ? ആരോട് ചോദിച്ചിട്ടോ ടോപ്പ് സ്ലിപ്പ് വരെ കയറിയെന്ന്. കൈ കഴിയിട്ട് ചെല്ല്. മെമ്മോ വാങ്ങാനുള്ള. ഗൗതമിനും മെമ്മോ കിട്ടിയോ? കിട്ടി. കിട്ടി ഉടനെ അത് കീറി മേശപ്പുറത്തേക്ക് ഇട്ടു. പ്രൈം റാങ്കിലുള്ള ഒരു ഓഫീസറെ ഉപദേശിക്കാൻ താനാര്? അവന്റെ മറ്റവൻ അതല്ലേ താൻ പറയാൻ വന്നത്? അല്ല സാർ, അവന്റെ തന്ത. അവന്റെ ഊത്ത മോന്ത കണ്ടപ്പോ എനിക്ക് തോന്നി പറയണമെന്ന് പറഞ്ഞു.
ക്യാമ്പ് ഫയലുമായിട്ട് 8-10 തവണ അവന്റെ സകല അച്ചിമാരുടെ വീട്ടിൽ ഞാൻ പോയി കാത്തു നിന്നാണ്. ഒന്ന് മുഖം കാണിക്കാൻ പോലും തയ്യാറായില്ല. അവന്റെ തല അപ്പൊ ഫാസിയാബാദിൽ നിന്ന് പെറുക്കിക്കൊണ്ടുവന്ന മാലാഖമാരുടെ മടിയിലായിരുന്നു. ഒരു മലയാളിയാണെന്ന കൺസിഡറേഷൻ പോലും എനിക്ക് തന്നില്ല. ചെറ്റ, അവന് വേണ്ടി സാറിന് വാദിക്കരുത്. സ്വന്തം അച്ഛനെ ക്രിമിനൽ എന്ന് വിളിച്ചവൻ മറ്റുള്ളവരെ എന്ത് വിളിക്കും? ഷട്ട് യുവർ മൗത്ത്. ചെറ്റത്തരം കാട്ടിയ DGP അല്ല, ഈ ഇരിക്കുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ വരെ ഞാൻ വിളിക്കും. കേൾക്കണോ ഷീല നമ്പ്യാർക്ക്? തന്റെ ഷൗട്ടിംഗ് എന്നോട് വേണ്ട. കൾച്ചർ ഉള്ളവരോടെ ഞാൻ സംസാരിക്കൂ. ഓ, കുറെ കൾച്ചർ വാങ്ങി ഞാൻ വായിലിട്ടോണ്ട് വരാം. എന്നിട്ട് മൊഴിഞ്ഞാ മതി എന്നോട്. കൾച്ചർ ചെയ്ത പവിഴമുത്തുകൾ ഒന്ന് പോണം. താനിപ്പോ ഇൻസൾട്ട് ചെയ്ത് വിട്ടത് തന്റെ സുപ്പീരിയർ ഓഫീസറെയാണ്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും മാന്യമായിട്ട് ഗൗതം സംസാരിച്ചത്. ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത് സാർ. ഇവരെ ഡിസ്മിസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഡൽഹിന്ന് കർത്താവേ, ഇതിപ്പോ 6ാമത്തെ കോളാ. താൻ ആരാണെന്ന് അവർക്കിപ്പോ അറിയണം. ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാം. Yes, ഗൗതം. ഡൽഹിയിലെ ഏത് കൊമ്പനാണ് സാർ ഞാൻ ആരാണെന്ന് അറിയേണ്ടത്? അങ്ങേ തലക്കലെ ഏത് പ്രിൻസ് വന്നാലും ഈ ഗൗതം കൃഷ്ണൻ ഒരു പേടിയില്ല. അവൻ തെണ്ടിയാണെങ്കിൽ തെണ്ടി തരത്തിൽ PhD എടുത്തവനാ ഞാൻ. പക്ഷെ ഞാൻ തെണ്ടിയല്ല, എനിക്ക് പേടിയുണ്ട്. PRINC എന്ന 6 അക്ഷരങ്ങൾ ഒതുങ്ങുന്ന ആളല്ല അയാൾ. ഈ മണ്ണും മഞ്ഞും മാത്രമല്ല, താനും ഞാനും എല്ലാം അയാളുടെ കാൽക്കീഴിൽ പെടും. അതിനൊരു 7 ജന്മം ഇനി അവൻ ജനിക്കണം. തന്നെ ഇനിയും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആവശ്യമുണ്ട്. ആര് വേണമെങ്കിലും മല കയറുകയോ ഇറങ്ങുകയോ ചെയ്യട്ടെ. പ്രിൻസിന് പ്രിൻസിന്റെ വഴി, ഗൗതത്തിന് ഗൗതത്തിന്റെ വഴി. നിങ്ങൾ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടാൻ പാടില്ല. അത് തീരുമാനിക്കേണ്ടത് ഞാനും സാറും ഒന്നുമല്ല, മുകളിലിരിക്കുന്ന ബിഗ് ബോസ്. പിന്നെ തൊട്ടാൽ തീ പാറുന്ന 2 ജന്മങ്ങൾ കൂട്ടിമുട്ടിയാൽ പുതിയൊരു അവതാരം ഉണ്ടാകുമെന്നാണ് വിധി. അതാണെങ്കിൽ പ്രിൻസ് എന്റെ വഴിക്ക് വരും. That is the highest peak. So let us revise avalanche. An avalanche is the downward movement of snow along with debris with the slope. What is a snowflake, Dennis? I don't know, sir. Anybody? It's a collection of crystals, sir. Good. Sit down. Charlie? साहब, It's time for ground exercise. ठीक है साहब. सावधान बैठ. आराम से. ग्राउंड एक्सरसाइज के लिए जाएं. जल्दी जल्दी करो. ഒരെണ്ണം ഇല്ല ഈ ബാച്ചില്. എന്തൂസിയാസവും ഇല്ല. റിയൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടല്ലോ പലരും ഇവിടെ വരുന്നത്. മൗണ്ടനിയറിംഗിന് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് IAS-നേക്കാൾ വലിയ കാര്യമായിട്ടാണ് സൊസൈറ്റിയിലെ പൊങ്കന്മാര് വിചാരിച്ചിരിക്കുന്നത്. തന്നെ പോലുള്ള ഇൻസ്ട്രക്ടേഴ്സ് ഇവിടെ വന്നതിന് ശേഷമാണ് ഇതിന്റെ കംപ്ലീറ്റ് സ്റ്റാൻഡേർഡും പോയത്. അല്ലേ സൽമാൻ? തൊലിക്കല്ലേ. ഞാൻ എന്ത് ചെയ്യണമെന്നാ? നല്ല ചാപ്പാടടിച്ച് തടിച്ചു കൊഴുത്ത് ദുർമേധസ്സും ആമവാദമുള്ള പിള്ളേരെ 1 കൊല്ലം കൊണ്ട് ടെൻസിങ്ങും ഹില്ലാരിയും ആക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് പൊളിക്കും. അതൊന്നും വേണ്ട. പക്ഷെ ഇൻസ്ട്രക്ടേഴ്സ് തമ്മിലുള്ള പഞ്ചായത്ത് കുറച്ചാൽ അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. ഈ ഇൻസ്ട്രക്ടേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള ഗുണാറ്റിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് നിർത്താൻ. തന്റെ ക്ലാസ് and behave yourself. Yes, Ganga madam is waiting for you, sir. I am coming. सलाम साहब. Salam. Customs officer गंगा जी, कैसी है आप? എന്താ ഈ പരസ്യത്തിന്റെ അർത്ഥം? വിവാഹ കമ്പോളത്തിൽ നിനക്കെന്നെ എത്രയും പെട്ടെന്ന് വിറ്റഴിക്കണം അല്ലേ? ഞാൻ നിനക്കൊരു ബേർഡൻ ആണെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ ഗൗതമിനെ തുറന്നു പറയാം. നോക്ക്, ഞാൻ ഫോർമാലിറ്റിയും രക്തബന്ധമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു വിധവയുടെ മാനസികാവസ്ഥയാണ് എനിക്കിപ്പോ. രാജൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെന്നേ ഉള്ളൂ. എല്ലാം അറിയാവുന്ന നീ തന്നെ. ഗംഗ പറയുന്നത് കേക്ക്. കാര്യം അറിയാതെ കണ്ട പാതി കാണാത്ത പാതി നീ ഇങ്ങനെ വായി തോന്നിയത് വിളിച്ചു പോരുത്. നീ ഒന്നും പറയണ്ട. നിനക്ക് പറയാനുള്ളത് മുഴുവനും നീ കാശ് കൊടുത്ത് അച്ചടിപ്പിച്ച ഈ കറുത്ത അക്ഷരങ്ങളിൽ ഉണ്ടടാ. വിൽക്കാൻ വെച്ച സ്ഥിതിക്ക് ഒരു ഓർഫൺ ആണെന്ന് കൂടി പറയാമായിരുന്നില്ലേ? വാങ്ങാൻ വരുന്ന ആണുങ്ങൾക്ക് ഒരു ബോണസ്. നിർത്ത്. എടി, നിനക്കും എനിക്കും ഇടയിലെ 3.5 മിനിറ്റേ ഉള്ളൂ. വെറും 3.5 മിനിറ്റിന്റെ മൂപ്പിന് വെറുതെ ഒരു രസത്തിന് ചേച്ചി എന്നൊക്കെ വിളിച്ച് സൂചിപ്പിച്ച് ബഹുമാനിച്ചതിന് എന്നെ വേണം പറയാൻ. നിർത്തി. ഇന്നത്തോടെ ആ കളി നിർത്തി. 10 മാസം ഒരുമിച്ച് ഒരു വയറ്റിൽ കിടക്കാമെങ്കിലേ നിന്നെ നേരെയാക്കാനും എനിക്കറിയാം. മേലാൽ നീ എന്നെ കാണാൻ വരരുത്. ഇങ്ങനെ ഒരു കൂടപ്പുറപ്പില്ലെന്ന് വിചാരിച്ചാ മതി. ഓ ഗൗതം, സർ. എന്താ ഗംഗയ്ക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു അല്ലേ? ഇറ്റ്സ് ഓൾ റൈറ്റ്. മനസ്സിൽ ക്രൂരതയുള്ളവനെ ക്രൂലായി ബിഹേവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ? ചോരയുടെ മണം പിടിച്ച് നടക്കുന്നവർക്ക് സ്വന്തം ചോരയുടെ ഫീലിങ്സ് അറിയോ? ഗംഗയായതുകൊണ്ട് ഇയാളെ സഹിക്കുന്നു.
ഞാനായിരുന്നെങ്കിൽ പിടി ചുമ്മാ തരുമായിരിക്കും. ചോരയുടെ വിലയും രുചിയും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഉണ്ടായിപ്പോയ ചോര കുഞ്ഞുങ്ങളെ വയറ്റിലിട്ട് തന്നെ കഴുകിക്കളഞ്ഞ് നിങ്ങൾ എന്നോട് ചോര മഹാത്മ്യം പാടുകയും വേണ്ട. മാഡം, ലെക്ചർ ക്ലാസ്സിന് സമയമായി. ഗൗതം അല്ലാതെ വേറെ ആരെങ്കിലും ഈ താരക എടുത്ത് തർക്കിക്കാൻ നിൽക്കോ? പോയി ഗംഗാ മാഡത്തിനെ സമാനിപ്പിക്കും. ഹലോ, ഹാങ് ഓവർ ഇതുവരെ മാറിയില്ലേ? ടേക്ക് ഇറ്റ് ഈസി യാർ. ദേ നോക്ക്, ഐ എം സോറി. ഐ എം റിയലി സോറി. ദേ ഗംഗേ, നീ ഇങ്ങനെ എന്നും നിന്റെ ഉള്ളിൽ തന്നെ അടച്ചു പൂട്ടിയിരുന്നാൽ പോരാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അത്രയ്ക്ക് പൊറുക്കാൻ പാടില്ലാത്ത തെറ്റാണ് ഞാൻ ചെയ്തതെങ്കിലേ 100 ഏത്തം. ആ, എല്ലാം നിനക്ക് അറിയാവുന്നല്ലേ? രാജനെയും കൊണ്ട് ട്രെയിനിങ് എയർക്രാഫ്റ്റ് കത്തിയമർന്ന് താഴെ വീണത് നിന്റെ കൺമുന്നിൽ വെച്ച നിന്റെ മടിയിൽ കിടന്ന. സമ്മതിച്ചു. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ലോകത്താദ്യമാണെന്ന് കരുതി നീ ഇനി ജീവിതമേ വേണ്ടെന്ന് വെക്കരുത്. നോ, സ്റ്റിൽ ഹി ഈസ് വിത്ത് മീ. ഐ കാൻ സീ യു. അല്പം ഒന്ന് ആലോചിച്ച നിനക്കും എന്നെ മനസ്സിലാവും. എന്നെക്കാളേറെ ഇതെന്റെ കർമ്മഫലമാണ്, വിധി. നോ, പഴി ചാരാൻ ആ 2 അക്ഷരം ഉണ്ടായി പോയതുകൊണ്ട് ആ പേരും പറഞ്ഞ് സ്വയം നശിക്കരുത്. എനിക്ക് തെറ്റിയിട്ടൊന്നുമില്ല. എങ്കിലും ഐ എം സോറി. ആകാശഗംഗയിൽ ഒളിച്ച് പാപനക്ഷത്രങ്ങളെ പേടിച്ച് താൻ എന്നും ഇങ്ങനെ തനിച്ചു കഴിയാൻ തീരുമാനിച്ചാൽ പിന്നെ ഈ പാവം ചെക്കൻ ഒന്നും ചെയ്യാനില്ലേ? ഇനി ഈ പ്രശ്നത്തിന്റെ പേരിൽ മഞ്ഞുള്ളതും വേണ്ട. വാ പോവാം. അർച്ചനയ്ക്ക് കൊടുത്തിട്ടില്ല. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. താൻ ആലോചിച്ച് പറ. എവിടെയായിരുന്നാലും സുഖമായി കഴിഞ്ഞാൽ മതിയായിരുന്നു. ആര്? ആരുടെ സുഖത്തിന് വേണ്ടിയാ നിന്റെ ഈ അർച്ചന? നിന്റേത് കൂടിയെന്ന് ഞാൻ വിശ്വസിക്കുന്ന നമ്മുടെ അച്ഛന്റെ. ഗംഗേ, ശത്രു എന്ന് പറഞ്ഞു പറഞ്ഞ് മനസ്സിൽ കുറെ വേർത്ത് കഴിയുമ്പോ തോന്നി തുടങ്ങുന്ന ഒരു സിമ്പതിയില്ലേ, അതെനിക്ക് മറിക്കാൻ ഇനി വയ്യ. വാ, നമുക്ക് പോവാം. നോ ഗൗതം, നമ്മുടെ അച്ഛന് വേണ്ടിയിട്ടാണ് ഈ പൂജ. ഏതച്ഛൻ? ആരുടെ അച്ഛൻ? നിനക്കും എനിക്കും എന്ത് കിട്ടിയിട്ടുണ്ടോ മനുഷ്യനിൽ നിന്ന്? അർച്ചന നടത്തി പൊലിപ്പിക്കേണ്ട ജീവനല്ല അയാളുടേത്. കുട്ടിക്കാലത്ത് ഇത് എനിക്ക് ആദ്യം പഠിപ്പിച്ചു തന്നത് നീയാ. നോക്ക്, ഈ മുറിവിന്റെ നീറ്റൽ ഇപ്പോഴും പോയിട്ടില്ല എന്റെ മനസ്സിൽ നിന്ന്. ഒരു ദിവസം കൊണ്ട് നമ്മളെ അനാഥരാക്കി ആ മനുഷ്യനോട് എന്ന് തോന്നി തുടങ്ങി നിനക്ക് ഈ ദയ? അന്ന് നീ അലറിയ അലർച്ച ഇപ്പോഴും എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. വേണ്ട, നിന്റെ പ്രാർത്ഥന അയാൾക്ക് വേണ്ട. അയാളോടുള്ള ഒടുങ്ങാത്ത പകയുടെ ചൂടില നമ്മൾ രണ്ടാളും വളർന്നത്. ആ തീ നീ പ്രാർത്ഥിച്ച് കെടുത്തരുത്. मैं इनकी सताऊंगी, आप चलिए. जी मैम साहब.